വെൽക്കം ടു മീരാസ് ഫ്ലേവർ സ്റ്റുഡിയോ. ആദ്യം തന്നെ എല്ലാ വ്യൂവേഴ്സിനും എന്റെയും എന്റെ കുടുംബത്തിന്റെയും പേരിൽ ഓണാശംസകൾ നേരുന്നു. അപ്പോൾ എല്ലാവരും ഓണത്തിന്റെ ഒരുക്കങ്ങളിലൊക്കെ ആയിരിക്കും അല്ലേ? അപ്പോൾ ഞാനും ഇന്ന് ഒരു ഓണവിഭവമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഓണത്തിന് എല്ലാവരും ഒഴിച്ചുകൂടാനാവാത്ത മത്തങ്ങ എരിശ്ശേരിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഇട്ടേക്കുന്ന ഓണവിഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിന്റെ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ ഒട്ടും താമസിക്കാതെ എങ്ങനെയാണ് മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. എരിശ്ശേരി ഉണ്ടാക്കാൻ ആദ്യമായിട്ട് മത്തങ്ങയും വൻപയറും വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം മത്തങ്ങ എടുത്തിട്ടുണ്ട്. അത് ഞാൻ മീഡിയം സൈസ് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനുശേഷം 1/4 കപ്പ് വൻപയർ നന്നായിട്ട് കഴുകി വാരി എടുത്തിട്ടുണ്ട്. ഇത് വെള്ളത്തിൽ കുതിർത്തിട്ടതൊന്നുമല്ല. ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് മത്തങ്ങയും അതുപോലെ ഈ വൻപയറും ചേർക്കാം. എന്നിട്ട് മത്തങ്ങ മൂടാൻ പാകത്തിനുള്ള വെള്ളം ചേർക്കണം. ഞാനിവിടെ 1 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കുക്കർ 2 വിസിൽ വരെ വേവിക്കണം. ആ സമയത്ത് അതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരവിയതും 1 ടീസ്പൂൺ ജീരകവും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. കുക്കറിൻ്റെ പ്രഷർ മുഴുവൻ പോയ ശേഷം കുക്കർ തുറന്നിട്ട് അതിലേക്ക് ഈ അരപ്പ് ഇനി ചേർക്കാം. അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വേവിക്കണം. ഞാനിവിടെ മത്തങ്ങയുടെ കഷ്ണങ്ങൾ ഒന്ന് ഉടയ്ക്കാറുണ്ട്. കുട്ടികൾക്ക് അങ്ങനെയാണ് ഇഷ്ടം. മത്തങ്ങയുടെ കഷ്ണം കടിക്കാനാണ് ഇഷ്ടമെങ്കിൽ 1/4 കപ്പ് മാത്രം വെള്ളം ചേർത്തിട്ട് 1 വിസിൽ വരെ വേവിച്ചാൽ മതിയാവും. അടുത്തതായിട്ട് എരിശ്ശേരിക്കുള്ള തേങ്ങ വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ അടുപ്പത്ത് വെച്ച ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കണം. വെളിച്ചെണ്ണ തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടിയ ശേഷം ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കാം. അതിനുശേഷം 1/4 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമ്മൾ വറുത്തെടുക്കണം. തേങ്ങ ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വേണം നമ്മൾ വറുത്തെടുക്കാൻ. അതിനുശേഷം ഇത് എരിശ്ശേരിയിലേക്ക് ചേർക്കണം. തേങ്ങ എരിശ്ശേരിയിലേക്ക് വറുത്തിടുമ്പോഴാണ് എരിശ്ശേരിക്ക് നല്ലൊരു മണവും വരും. അതുപോലെ മാവേലിയെ വരവേൽക്കുന്നത് ഇങ്ങനെയാണെന്നാണ് പറയുന്നത്. ഈ സമയത്ത് ഉപ്പ് പാകത്തിനാണോ എന്ന് നോക്കിയ ശേഷം ആവശ്യമെങ്കിൽ ചേർക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയ ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര വേണമെങ്കിലും ചേർക്കാം. അപ്പോഴാണ് എരിശ്ശേരിക്ക് ഒരു പ്രത്യേക രുചി കിട്ടുക. നിർബന്ധമില്ല, തീർത്തും ഓപ്ഷണലാണ്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ എരിശ്ശേരി റെഡിയായി. അപ്പോൾ മത്തങ്ങ എരിശ്ശേരിയുടെ വീഡിയോ എല്ലാവരും കണ്ടില്ലേ? വളരെ എളുപ്പമായിട്ടല്ലേ ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഈ ഓണത്തിന്. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് മീര സൈനിങ് ഓഫ്. താങ്ക് യു.